ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വളരെയധികം സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താണെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. മാക്സിമം എത്ര പേരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും സമയത്തിന്റെയോ പണത്തിന്റെയോ ഒന്നും നഷ്ടമില്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രൊട്ടസ്റ്റിലോ സമരത്തിലോ പങ്കാളികളാവാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു വീഡിയോ. എന്റെ വീഡിയോ മാത്രമല്ല, ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ ആര് വീഡിയോ ചെയ്ത് കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ടും സഹകരണവും ആ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ടാവണം എന്നും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലകൾ നടക്കുന്ന വൻ അഴിമതിയും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഒരാളെയാണ് ഇപ്പോൾ വധഭീഷണിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ വീഡിയോ ആണ് നമ്മൾ കുറച്ചു മുമ്പ് ചെറിയൊരു വശം കണ്ടിട്ടുള്ളത്. ഖാദർ കരിപ്പൊടി എല്ലാവർക്കും അറിയാൻ മതിയാവും. ഭൂരിഭാഗം ആൾക്കാർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും. സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാസർഗോഡുള്ള ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള സത്യമായ വിവരങ്ങൾ. അതിന് അനുബന്ധമായിട്ടാണ് പുള്ളി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും തരത്തിലുള്ള ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഖാദർ കരിപ്പൊടിന്റെ ആ ഒരു വീഡിയോ കാണാം. ചിലപ്പോൾ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടേക്കാം, അതല്ല എങ്കിൽ എനിക്ക് നേരെ ഒരുപാട് കേസുകൾ വന്നേക്കാം, അതല്ല എങ്കിൽ എന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം. എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു സമരത്തിലാണ്. നമ്മുടെ പിഞ്ചോമനകളായിട്ടുള്ള ചെറിയ കുട്ടികൾ പണമില്ലാത്തതിൻ്റെ പേരിൽ, ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട നരാധവന്മാർ കാരണം നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരന്മാരെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട കാപാലികന്മാർ കാരണം ആരാണ് അവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗ്ലൂർ ലോബി, മംഗലാപുരം ലോബി എന്ന് ചുരുക്കം. ആരാണ് ഈ മാംഗ്ലൂർ ലോബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്തിനാണ് നിങ്ങളെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള എൻ്റെ സമര നീക്കമാണ്. കാരണം ആ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം 13 വർഷക്കാലമായിട്ട്, എൻ്റെ വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം, 13 വർഷക്കാലമായിട്ട് 50 കോടി രൂപയോളം നിലവിൽ ചെലവഴിച്ചിട്ടുള്ള ഈ കാണുന്ന ആശുപത്രി സംവിധാനം ഒരിഞ്ച് പോലും പണി നടക്കാതെ പ്രേതാലയമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആർക്കാണ് ലാഭം? ഒറ്റ ആൻസറേ ഉള്ളൂ. മാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആശുപത്രി മേഖലകളിലൊക്കെ കോടിക്കണക്കിന് രൂപ, 500ഉം 1000 കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് കേസുകളൊക്കെ മംഗലാപുരത്ത് പോകുന്നത് ഒഴിവാക്കും. ആരുടെ ഒഴിവാകും? പൈസക്കാർ പോയിക്കോട്ടെ, പണമുള്ളവൻ പോയിക്കോട്ടെ, ഇല്ലാത്തവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സ്വകാര്യ ആശുപത്രികൾക്കെതിരൊന്നും അല്ല ഞാൻ. പണമുള്ളവൻ അവൻ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിച്ചോട്ടെ, അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മെച്ചമുണ്ടാകും. പക്ഷെ അതല്ല, ഇല്ലാത്തവനെ പീഞ്ഞെടുക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ. ബോഡി പോലും വിട്ടുകൊടുക്കാതെ പൈസക്ക് വേണ്ടിയിട്ട് അവനെ നരകത്തിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ നീക്കമുണ്ടല്ലോ, നാറിയ നീക്കം. ആ നീക്കത്തെ തടയാൻ ഈ ആശുപത്രി വന്നു കഴിഞ്ഞാൽ സാധിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ വേദന സഹിച്ച് മാതാപിതാക്കളുടെ കണ്ണു നോക്കിയിട്ട് ഈ ഭൂമി വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സമരമാണ്. മാംഗ്ലൂർ ലോബി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കന്നഡക്കാരാണ് എന്ന്. അല്ല, മലയാളികളായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികളോട് പറയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യുമോ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. സൊസൈറ്റിയിൽ നടക്കുന്ന വളരെയധികം ഗൗരവമുള്ളൊരു കാര്യം കൂടിയാണത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ മറന്ന് റിലാക്സ് ആയി മറ്റു പല വീഡിയോസിലേക്കും എൻഗേജ്ഡ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ആ സാധ്യതകൾ തള്ളി കളയുന്നൊന്നുമില്ല. പക്ഷേ കാസർഗോഡിലെ ജനങ്ങളുടെ ദുരിതം എന്താണെന്നുള്ളത് നമുക്ക് പോലും നേരിട്ട് അറിയില്ല. പല പല ജില്ലകളിലെ ആൾക്കാർക്ക് അതുപോലും അറിയത്തില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് സഫർ ചെയ്യുന്നത് അറിയത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അവർക്ക് ചികിത്സ നേടാൻ വേണ്ടി സാധിക്കും. അതല്ലാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് അവിടുന്ന് ഇവിടുന്ന് കടവും വാങ്ങി, വായ്പയും വാങ്ങി, സ്വന്തം മക്കളുടെയും അച്ഛനമ്മമാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ജനങ്ങളുടെ ദുരിതാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 50 കോടിക്ക് മേലെ പണം ചിലവാക്കി ആരോ ഒരു ഭാർഗവീ നിലയം പോലെ ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു കെട്ടിടം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. നായ്ക്ക് നരിക്കും ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ? ഇപ്പോഴത്തെ ആരോഗ്യ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഓർഗൻ മാഫിയ, പിന്നെന്താണ് ഈ മരുന്നുകളുടെ പേരിൽ വേറെ പല സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുക ജനങ്ങളുടെ ദേഹത്ത്. അവിടെ ചികിത്സയ്ക്ക് ചെല്ലുന്ന ആൾക്കാരുടെ ദേഹത്ത് പുതിയ പുതിയ മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുക.
പരീക്ഷണ വസ്തുക്കളാക്കാണ് ജനങ്ങളെ. ഇങ്ങനെ പല പല അഴിമതികളും വൃത്തികേടുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പല ആശുപത്രി മേഖലകളിലും നടക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് ബിസിനസ്സാണ്. ഒരു സ്ഥലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ തേടാൻ പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ വരെ എവിടെന്നെങ്കിലും കടവും വിലയും വാങ്ങിയിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോട്ട് പോകും അല്ലെ. അവിടെ ചെന്ന് കഴിയുന്ന സമയത്ത് എന്തായാലും കയറിപ്പോയി, ചികിത്സയും പകുതി വഴിക്കായി, പിന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഏതൊക്കെ വഴിക്ക് പോകും. ഇപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മൃതദേഹം വരെയാണെന്നുണ്ടെങ്കിൽ ആശുപത്രി ചിലവിന്റെ പണം മുഴുവൻ അടയ്ക്കാണ്ട് ആ ഒരു മൃതദേഹം പോലും വിട്ടുകൊടുക്കില്ല. സർജറിക്ക് വേണ്ടി കാത്തു കിടക്കുകയാണെങ്കിൽ സർജറിയിൽ ഒരു പകുതി തുകയെങ്കിലും കെട്ടിവെക്കാണ്ട് ഡോക്ടർമാർ സർജറിക്ക് വേണ്ട സാധനങ്ങൾ തൊടൂല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാസർഗോഡുള്ള ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം അടുത്ത് മുഖ്യൻ ഒരു കാറ് വാങ്ങിയത് കണ്ടു. അയാൾക്ക് ചന്തി വെക്കാൻ വേണ്ടിയിട്ട് 1,10,00,000 രൂപ വില മതിക്കുന്ന കാറാണ്. നടക്കാൻ വേണ്ടിയിട്ട് സ്വർണത്തിന്റെ പലക വേണമെന്നും പല്ല് തേക്കാൻ വേണ്ടി സ്വർണത്തിന്റെ ബ്രഷ് വേണമെന്നും പോലും ഷാഢ്യം പിടിക്കുന്ന ഒരുതരം മുഖ്യമന്ത്രി. ശരിയല്ലേ? സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് മാതൃകയാണ് ഇവർ കൊടുക്കുന്നത്? ഇവർക്ക് ചികിത്സിക്കാൻ വില കൂടിയ ഫെസിലിറ്റീസും കാര്യങ്ങളുള്ള വലിയ വലിയ ആശുപത്രികൾ, ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രികളൊന്നും അവർക്ക് പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ ജനങ്ങൾക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള നേതാക്കളാകുന്നത്? അവർക്ക് അവരുടെ കീശ വീർപ്പിക്കണം, സ്വന്തം ആരോഗ്യം നന്നാക്കുന്നതിന് വേണ്ടി എത്രയധികം പണവും ഖജനാവിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ എടുത്ത് ചിലവാക്കാൻ ഒരു മടിയില്ല. സഞ്ചരിക്കാനുള്ള കാറ് വരെ പാവപ്പെട്ട ജനങ്ങളുടെ പണത്തിൽ കൈയിട്ട് വാരുന്ന ഇവരെ പോലുള്ള ആളുകളാണ് നമ്മുടെ നേതാക്കളെന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരസുഖം വരുന്ന സമയത്ത് ഗവൺമെന്റ് ആശുപത്രികളിൽ പോയിട്ട് മാതൃകയാവാനോ വില കുറഞ്ഞ കാറുകളിൽ സഞ്ചരിച്ച് ബാക്കി തുക ശരിയായ രീതിയിൽ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനോ മനസ്സ് കാണിക്കാത്ത ഇവരെ പോലെയുള്ള ആളുകൾ പിശുക്കന്മാരും സ്വാർത്ഥരുമാണ്, നേതാക്കളല്ല. നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടും നാട് നന്നാക്കാൻ വേണ്ടിയിട്ടും അല്ല അവർ മുന്നിട്ട് ഇറങ്ങുന്നത്. അവരെ തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഭരണം വേണം, കൈയിട്ട് വാരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് 5 വർഷം എന്തെങ്കിലും ഈ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അടുത്ത വർഷം ഞങ്ങൾക്ക് ഭരണത്തിൽ നിലനിൽക്കണം എന്നുള്ള ഒറ്റ ചിന്തയോട് കൂടി മാത്രം ഭരിക്കുന്ന കുറച്ച് പേര്. ഏത് രാഷ്ട്രീയ പാർട്ടി മാറി വന്നു കഴിഞ്ഞാലും അതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഇതിനെതിരെ നമ്മൾ വാതുറക്കണം, നമ്മൾ കണ്ണ് തുറന്ന് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. പകുതി പണി തീർത്ത കെട്ടിടത്തിന് മുമ്പിൽ വെച്ചിട്ട് ഖാദർ കരിപ്പുഴ എടുത്തിട്ടുള്ള ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 16 വയസ്സുകാരനായ ഫൈസലിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ഒട്ടും ആലോചിക്കാതെ തന്നെ ഞാൻ പറയുന്നു, ഞാനും നിങ്ങളുമാണ് എന്നുള്ളതാണ്. ഫൈസൽ അവസാനമായി പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. ആരാണ് ഉത്തരവാദി? ഒന്നും ചിന്തിക്കേണ്ടതില്ല, ഒന്നും ആലോചിക്കേണ്ടതില്ല. എന്റെ പിന്നിൽ കാണുന്ന നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി ഈ അവസ്ഥയിൽ 13 കൊല്ലമായി എത്തിച്ച 50 കോടി നിലവിൽ ചെലവഴിച്ചിട്ടുള്ള 95 കോടിയോളം എസ്റ്റിമേറ്റ് ഉള്ള ഈ ഒരു സംവിധാനം നിലവിൽ ഈ കാണുന്ന പ്രേതാലയത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാക്കിയ മനുഷ്യരാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണകൂട സംവിധാനമാണ് ഈ ഫൈസലിന്റെ മരണത്തിന് കാരണമെന്ന് നമുക്ക് പറയാനാകും. കേവലം അത് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഞാനും നീയും അടങ്ങുന്ന പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട കാസർകോട്ടെ ജനത തന്നെയാണ് ഫൈസലിനെ പോലെയുള്ള ചെറുപ്പക്കാരുടെ മരണത്തിന് കാരണമെന്ന് പറയും. ഇന്ന് ഫൈസൽ, അതിനു മുൻപും കുറെ ഫൈസൽമാരുണ്ടായിട്ടുണ്ട്, അതിനുശേഷവും ഫൈസൽമാരുണ്ടാകും. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ അവസാനം ഗതികെട്ട് ജനങ്ങൾക്ക് മുന്നിൽ സഹായം ചോദിച്ചിട്ട് പോലും രക്ഷപ്പെടാതെ പോകുന്ന ഫൈസലുമാർ നമുക്ക് മുന്നിലുണ്ട്. മാറ്റം അനിവാര്യമാണ്. അതിന്റെ ഏറ്റവും നല്ല സുപ്രധാന നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. ഫൈസലിന്റെ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ചെന്നു കയറാത്ത ഒരു സംവിധാനവുമില്ല ഖാദറേയെന്ന്. അതായത് ഫൈസലിന് വേണ്ടിയിട്ട് ഫൈസലിന്റെ സഹോദരൻ ചെന്ന് സഹായം അഭ്യർത്ഥിക്കാത്ത ഒരു സംവിധാനവുമില്ല എന്നതാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഫൈസൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിനുത്തരവാദികൾ ഞാനും നീയുമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഫൈസലിന്റെ സഹോദരൻ അവന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ പറ്റുന്നത് പോലെ ചെയ്തിരുന്നു. പക്ഷേ എറണാകുളത്തേക്ക് പോകാൻ പറ്റാത്ത ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. ഇൻഫെക്ഷൻ കാരണം ഞാൻ ചികിത്സയിലായതുകൊണ്ടാണ് എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അതിന്റെ പ്രതിഷേധം തന്നെയാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നുള്ളത്. തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കേണ്ട. അവരോട് പറയണം, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാം, ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളിൽ സംസാരിക്കുമോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാം. ഇല്ല എങ്കിൽ വോട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു നോക്ക്. മാറ്റങ്ങളുടെ തുടക്കം അവിടെ ഉണ്ടാകും. ഫൈസലിന് വേണ്ടിയിട്ട് എന്റെ ശബ്ദമാണിത്.
ഇയാളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയധികം സധൈര്യത്തോടു കൂടിയാണ് മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനൊരു കാര്യം ആൾക്കാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ ഒരു ഇലക്ഷനും കാര്യങ്ങളും അടുത്ത് നിൽക്കുന്ന സമയത്ത് എന്തോരം ഭീഷണിയൊക്കെ നേരിടേണ്ടി വരും, എന്തോരം തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും എന്നെല്ലാം കണ്ടുകൊണ്ടും അവർക്ക് വേണ്ടി സംസാരിക്കാൻ കാണിക്കുന്ന ഇയാളുടെ പ്രയത്നത്തിനെ ആരും വില കുറച്ച് കാണരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് എന്താണോ അത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു ലൈക്ക് ആവട്ടെ, ഷെയർ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ആവട്ടെ. നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ വിമർശനങ്ങളും നമുക്ക് കമൻറ്റ് വഴിയൊക്കെ രേഖപ്പെടുത്താനുള്ള അവസരങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. നമ്മുടെ ജില്ലയിലിരുന്ന് കാസർഗോഡ് പോലുള്ളൊരു ജില്ലയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണെങ്കിൽ എല്ലാവരും അത് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. മനുഷ്യന്മാരുടെ ആരോഗ്യം വരെ കച്ചവടം മുതലാക്കുന്ന ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥകളോടും സർക്കാർ നയങ്ങളോട് തിരിച്ചടിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രചരണമായിട്ട് കുറേ പേര് മൈക്കും സെറ്റും വണ്ടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അവർ പോലും നമുക്ക് വേണ്ടി സംസാരിക്കില്ല. വോട്ട് കിട്ടാനും ഭരണത്തിൽ കയറാനും ഒക്കെ വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ അതിൽ എത്ര പേര് പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് പാലിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്? ഒന്നാലോചിക്കുമ്പോൾ നമ്മൾ കുത്തിപ്പോയി ഒരു വോട്ടല്ലേ എന്ന് നിസ്സാരമായിട്ട് കാണും. നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വേറെ ആൾക്കാരോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹനാൻഷയെ കാണാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് ഒത്തുകൂടിയ മനുഷ്യരെ നിങ്ങൾ കുറ്റം പറയാൻ ഞാനില്ല. അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ഞാനില്ല. പക്ഷേ അവിടെ പോകാൻ കാണിച്ച മനസ്സിന്റെ 1% ഇവിടെ വരാൻ നിങ്ങൾ കാണിക്കും. എൻ്റെ പിന്നിൽ നിങ്ങൾ ഈ കാണുന്ന പ്രേതാലയം പോലെയുള്ള ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും അവകാശമാണ്. എന്റെയും നിന്റെയും ഒക്കെ നികുതിയിൽ നിന്ന് ഈടാക്കിയിട്ട് കെട്ടിയിട്ടുള്ള 50 കോടി രൂപയുടെ ഒരു സംവിധാനമാണ് ഇങ്ങനെ പ്രേതാലയമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ആഘോഷമൊക്കെ വേണം, അതിനൊന്നും എതിരല്ല. പക്ഷെ നമ്മുടെ അവകാശമാണ് ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പ്രേതാലയമായിട്ട് മാറിയിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യേണ്ടവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ട വ്ളോഗർമാരെ, പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർമാരെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ വരണം. മെഡിക്കൽ കോളേജിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി, മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ കാസർകോട്ടുകാർക്ക് വേണ്ടത് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഈ ആശുപത്രി സംവിധാനമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മംഗലാപുരം ലോബിയുടെ ആതുരാലയങ്ങൾക്കിടയിൽ പെട്ട് അവന്റെ കാലിൽ വീണ് ബില്ലടിക്കാൻ പൈസയില്ലാതെ അവന് മുൻപിൽ കെഞ്ചി സ്വന്തം സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാലിൽ വീണ് കെഞ്ചുന്ന അവസ്ഥ സൃഷ്ടിച്ചത് ദാ ഇതുപോലെ 50 കോടി രൂപയുടെ നിലവിൽ ചെലവഴിച്ച ഒരു ആശുപത്രി, 95 കോടിയോളം എസ്റ്റിമേറ്റ് ഉള്ള ഈ ആശുപത്രി സംവിധാനം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് ഒരു കോർപ്പറേറ്റ് മുതലാളിമാരുടെ മുന്നിലും കെഞ്ചേണ്ടി വരില്ല. അവന്റെ കാലിൽ വീണ് അടിമകളായിട്ട് കഴിയേണ്ടി വരില്ല. അതിനു വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഉന്നതരെ പോയി കാണേണ്ടി വരില്ല. ഈ അവകാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദിച്ചാൽ മാത്രം മതി. വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അതല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ പകുതിന്ന് പൊലിഞ്ഞു പോകുന്ന ഒരാളുടെ നിലവിളിയും നിസ്സഹായ അവസ്ഥയുമാണ് ഫൈസലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തോരം ജനങ്ങൾ അതേമാതിരി അവിടെ സഫർ ചെയ്യുന്നുണ്ടാവും അല്ലെ? നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഓരോരുത്തരുടെ ദുരിതാവസ്ഥ കാണുന്ന സമയത്ത് അയ്യോ പാവം എന്ന് പറയാനും കുറച്ചു നേരം ഒരു 2-3 സെക്കൻഡ് വിഷമിക്കാനും മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഇനി മുമ്പോട്ട് പുതിയ ഫൈസലുകൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ ഇതിനെതിരെ തിരിച്ചടിക്കണം. 1-2 രൂപയല്ല, 50 കോടി മുടക്കിയിട്ട് ഭാർഗവി നിലയം പോലെ അവിടെ ഒരു കെട്ടിടം പണിത് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സ കിട്ടില്ല. ഇവിടെ ഈ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന MLA മുതൽ മുഖ്യം വരെയുള്ള ആളുകൾ ചികിത്സ തേടുന്നത് എവിടെയാണ്? വലിയ വലിയ ആശുപത്രികളിൽ. അവർക്ക് അതിനുള്ള പാങ്ങുണ്ട്, അവരുടെ പോക്കറ്റിൽ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ട്. ഒരു പനി വന്നാൽ വരെ ഇന്ത്യ മഹാരാജ്യം വിട്ട് വേറെ പല രാജ്യങ്ങളിലേക്ക് ഓടുന്ന മുഖ്യമന്ത്രിയാണ് രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് ആരോഗ്യം വാഗ്ദാനം ചെയ്യുന്ന നേതാവ്. എന്ത് മാതൃകയാണ് അവിടെ ഉള്ളത്? ഒരു നേരം പനി വരുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ കിടക്കുന്ന മെഡിക്കൽ കോളേജുകളിലോ സഹകരണ ആശുപത്രികളിലേക്കോ കയറി ചെല്ലാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ടോ? അപ്പോൾ അവിടെ കാണാൻ വേണ്ടി ആളും ബഹളമൊക്കെ ആവുന്നതുകൊണ്ട്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ തങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. വലിയ വലിയ പ്രൈവറ്റ് സ്ഥാപനങ്ങളാവുമ്പോൾ അവിടെ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അതായിരിക്കും പറയാൻ പോകുന്ന അടുത്ത ന്യായീകരണം. ജനജീവിതം അറിയണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലണം. ദൂരെ നിന്നിട്ട് അവിടെ ചെയറില്ല അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ഇല്ല എന്ന് കണ്ടിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല ഒരു നേതാവിൻ്റെ ഗുണവും പ്രവർത്തന ബോധവും. ജനജീവിതങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുക. അവിടെ അവരെങ്ങനെ സഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഒരു നേരം പനി വരുന്ന സമയത്തൊന്ന് പോയി നോക്കണം.
സാധാരണക്കാരൻ യാത്ര ചെയ്യുന്നത് പോലെയുള്ള വീതികളിലൂടെ ഒന്ന് നടന്നു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ എങ്ങനെയാ മുഖ്യന് ചന്തി വെക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ 1,10,00,000 രൂപേൻ്റെ കാറല്ലേ, അത്രയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചന്തിക്ക് ഇത്രയധികം വിലയുണ്ട് എന്നുള്ളത് കാറിൻ്റെ വില കേട്ടപ്പോഴാണ് മനസ്സിലായത്. അത് അനുവദിക്കാൻ കേന്ദ്രവും. പിന്നെ എങ്ങനെയാണ് നാട് നന്നാവുന്നത്? എന്താണെങ്കിലും ഖാദർ കരിപ്പൊടിയുടെ കൂടിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ കൂടിയും ഞാൻ എപ്പോഴും സ്റ്റാൻഡായിട്ട് നിൽക്കും. എന്ത് സാഹചര്യത്തിലും പേടിക്കാണ്ട് ആ ഒരു കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുന്നത് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.